ഗംഗാവലി പുഴയിൽ അർജുന് വേണ്ടിയിട്ടുള്ള തെരച്ചിൽ വലിയൊരു ദൗത്യമായിരുന്നു. ആ ദൗത്യത്തിൽ പങ്കുചേർന്ന ഡൈവിംഗ് ടീമിലെ മലയാളിയായ ജോമോൻ ചില കാര്യങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. വലിയ വെല്ലുവിളി നേരിട്ടു എന്നും ജോമോൻ പറഞ്ഞു. പുഴയ്ക്കടിയിൽ നിന്ന് കൈകൊണ്ട് തെരഞ്ഞാണ് ലോറിയുടെ ഭാഗം കണ്ടെത്തിയത്. മണ്ണിനടിയിൽ 3 മീറ്റർ ആഴത്തിൽ ചെളിയിൽ പൂണ്ടുപോയ നിലയിലായിരുന്നു ലോറി കിടന്നിരുന്നത്. ലോറി കണ്ടെത്താനായതിൽ ആശ്വാസമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. മഴ പെയ്ത് വെള്ളം കലങ്ങിയിരുന്നതിനാൽ ഒന്നും കാണാൻ കഴിഞ്ഞിരുന്നില്ല. ശിരൂരിൽ ഗംഗാവലി പുഴയിൽ നിന്ന് അർജുന്റെ ലോറി കരയ്ക്കും കയറ്റി. ക്യാബിനുള്ളിൽ കൂടുതൽ അസ്ഥികൾ ഉണ്ടെന്നുള്ള സൂചനയുമുണ്ട്. ലോറിക്കകത്തു നിന്ന് ഇവ പൂർണ്ണമായും ശേഖരിക്കും. ലോറിയുടെ ക്യാബിനുള്ളിൽ നിന്ന് കിട്ടിയ വസ്ത്രങ്ങൾ സഹോദരന് തിരിച്ചറിഞ്ഞു. മണ്ണും കല്ലും നിറഞ്ഞ സ്ഥലത്തായിരുന്നു ലോറി ഉണ്ടായിരുന്നതെന്നാണ് കൊല്ലം സ്വദേശിയായ ജോമോൻ പറഞ്ഞതും. ഒരു ലാഡറിന്റെ ഭാഗം കണ്ടെത്തിയതിനെ തുടർന്നാണ് അതേ പോയിന്റിൽ തെരച്ചിലും ഡ്രഡ്ജിങ്ങും നടത്തിയത്. 12 അടി താഴ്ചയിൽ ചരിഞ്ഞു കിടക്കുന്ന രീതിയിലായിരുന്നു ലോറി കണ്ടെത്തിയിരുന്നത്. ലോറിയുടെ ഫോട്ടോ കണ്ടിരുന്നു. ലോറിയുടെ ബമ്പറിന്റെ ഭാഗത്ത് എഴുതിയിരുന്ന എഴുത്തും കളറും സാമ്യമുള്ളതായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ലഭിച്ചതെന്നും അർജുന്റെ ലോറി തന്നെയാണെന്നും സ്ഥിരീകരിച്ചതും. DNA ഫലം കിട്ടിയാലുടൻ മൃതദേഹം നാട്ടിലെത്തിക്കാൻ നടപടി തുടങ്ങും. അർജുൻ ഉപയോഗിച്ച വസ്തുക്കൾ മുഴുവൻ ലോറിയിൽ നിന്ന് തിരികെ വീട്ടിലേക്ക് കൊണ്ടുവരണമെന്നാണ് ഭാര്യ ശിരൂരിലുള്ള സഹോദരനോടും ആവശ്യപ്പെട്ടത്. ശിരൂരിൽ നിന്ന് അർജുന്റെ മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള നടപടികൾക്കും തുടക്കമായി. DNA സാമ്പിളുകൾ ശേഖരിച്ച് പരിശോധനാ ഫലം വന്നാൽ നാളെ തന്നെ മൃതദേഹം ബന്ധുക്കൾക്ക് കൈമാറുന്നതാണ്. എത്രയും വേഗം നടപടികൾ പൂർത്തീകരിക്കുമെന്നും കർണാടക സർക്കാർ വ്യക്തമാക്കി. വേഗത്തിൽ മൃതദേഹം നാട്ടിലെത്തിക്കാൻ സാധ്യമായതെല്ലാം ചെയ്യുന്നു എന്ന് മന്ത്രി മുഹമ്മദ് റിയാസും പറഞ്ഞു.